ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ, അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 67-ാമത്തെ സന്ദേശം. നീ നിനക്ക് വേണ്ടിയല്ല, ആത്മാക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നിന്റെ സഹനം മറ്റുള്ള ആത്മാക്കൾക്ക് പ്രയോജനപ്പെടും. നിന്റെ ദീർഘസഹനം അവർക്ക് എൻ്റെ തിരുമനസ് സ്വീകരിക്കാനുള്ള വെളിച്ചവും ശക്തിയും നൽകും. 67-ാമത്തെ സന്ദേശം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ മാത്രം രക്ഷയ്ക്ക് വേണ്ടി വിശ്വസ്തത പുലർത്താനല്ല സാധിക്കുക, മറിച്ച് നമ്മുടെ വിശ്വസ്തതയ്ക്ക് നമ്മുടെ കൂടെയുള്ളവരെ കൂടി അവരുടെ രക്ഷയിൽ സഹായിക്കാൻ ഉതകുന്ന ഒരവസ്ഥയിലേക്ക് ഉയർത്താൻ പറ്റും. നമ്മളല്ല അവരെ രക്ഷിക്കുന്നത്, മറിച്ച് അവർക്ക് ദൈവം ദാനമായിട്ട് നൽകുന്ന രക്ഷ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ ഉണർത്തുവാൻ നമ്മുടെ വിശ്വസ്തതയ്ക്കും നമ്മുടെ സഹനത്തിനും ഒക്കെ സാധിക്കുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനയോട് കിട്ടിയ ബോധ്യമാണ് നമ്മൾ കാണുക. അതെങ്ങനെയാണ് സംഭവിക്കുക? നമുക്ക് പലപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. ഈശോയെ സുഖസന്തോഷങ്ങൾക്കും ജഡിക താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളുടെയും പേരിൽ ഉപേക്ഷിക്കുന്നവർക്ക്, വേദനിപ്പിക്കുന്നവർക്ക് പകരമായി എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളിലും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മുറിക്കപ്പെടുന്ന അവസ്ഥകളിൽ പോലും ഈശോയോടുള്ള സ്നേഹം കൈവിടാതെ കൂടുതൽ സ്നേഹത്തോടെ അവിടുത്തെ സ്നേഹിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ അത് എൻ്റെ ചുറ്റുപാടുകളിലേക്ക് ആ രക്ഷയുടെ കിരണങ്ങൾ അല്ലെങ്കിൽ രക്ഷയുടെ കൈവഴികൾ ഒഴുക്കാനായിട്ട് എനിക്ക് സാധിക്കും. എനിക്ക് കൈ നീട്ടി അവരെയും കൂടെ പിടിക്കാനായിട്ട് പറ്റും. കാരണം അവർക്കും കൂടെ പകരമായിട്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുകയാണ് ഈ സാഹചര്യത്തിൽ. അവിടെ ഈശോ പറയുകയാണ്, നിന്റെ സഹനം മറ്റുള്ള ആത്മാക്കൾക്ക് പ്രയോജനപ്പെടും. അപ്പം ഈശോയുടെ കൂടെ സഹിക്കുന്നത്, നമ്മൾ ദണ്ഡവിമോചനത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണല്ലോ. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെ അനുസരണത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് കിട്ടിയ ആ വലിയ നിധി, അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെയും മാർ യോസേപ്പ് പിതാവിൻ്റെയും എല്ലാ രക്തസാക്ഷികളുടെയും അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും ഒക്കെ പുണ്യയോഗ്യതകളോടെ ചേരുമ്പോൾ തിരുസഭയ്ക്കൊരു ആത്മീയ ഭണ്ഡാരം ഉണ്ടെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നാണ് ദണ്ഡവിമോചനങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്ന ആ മോചനം കിട്ടുന്നതെന്നാണ് പറയുക. കാരണം അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ മരണം, ഉത്ഥാനം, അതിലൂടെയൊക്കെ കിട്ടിയ രക്ഷ, അത് ഒരു മനുഷ്യവംശത്തിൻ്റെ പാപത്തിൻ്റെ മാത്രം പരിഹാരത്തിന് വേണ്ടിയല്ല, അതിനെ അതിലംഘിക്കുന്ന വലിയ ഫലമാണ് അതിനുണ്ടായിരുന്നതെന്ന് വിശുദ്ധ ആൻസലത്തെ പോലെയുള്ളവരൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ആൻസലല്ല, വിശുദ്ധ തോമസ് അക്വീനാസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, സൂപ്പർ അബണ്ടൻസ് ഓഫ് ഗ്രേസ് എന്നാണ് പറയുക. അതായത് വളരെ അധികം കൃപകളാണ് വർഷിക്കപ്പെട്ടത്. അപ്പോൾ അതൊന്നും പാഴായി പോവുകയില്ല, അതൊക്കെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് തിരുസഭയുടെ അധികാരത്തിനായിട്ട്. അപ്പം തിരുസഭ തങ്ങളുടെ രക്ഷയ്ക്ക് സാധിക്കാത്ത ചിലരുടെ കടങ്ങൾ അത് ഇളച്ചു കൊടുക്കാനായിട്ട് അത് സഭയുടെ അധികാരത്തിലൂടെ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ദണ്ഡവിമോചനം. അപ്പം അതിൻ്റെയൊക്കെ സൂചനയാണ് ഇവിടെ നമ്മൾ കാണുക. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറയുക, നിന്റെ സഹനം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും കൂടെ ഉപകാരപ്പെടും, മറ്റുള്ള ആത്മാക്കൾക്ക് ഉപകാരപ്പെടും. രക്ഷയ്ക്കല്ല, മറ്റുള്ള ആത്മാക്കൾക്ക് ഉപകാരപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തുക. നിന്റെ ദീർഘസഹനം അവർക്ക് എൻ്റെ തിരുമനസ് സ്വീകരിക്കാനുള്ള വെളിച്ചവും ശക്തിയും നൽകും. നീ സഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടും, അവർ രക്ഷയുടെ മാധുര്യം ആസ്വദിക്കാൻ ഇടയായിത്തീരുമെന്ന് ഓർമ്മപ്പെടുത്തുക. നമുക്ക് ഈശോയോട് പറയാം, ഈശോ, എൻ്റെ സഹനം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല, എങ്കിലും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി അവയെ ഞാൻ സമർപ്പിക്കുകയാണ്. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.